അമ്മേ സർപ്രൈസ് പറയടാ. നീ പറഞ്ഞു. ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കണ്ടിട്ട് കുറേ നാളായി. അപ്പം ഞാൻ കുറേ നാളായിരുന്നു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ ഒരു ടീഷർട്ടിൻ്റെ ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിന്നുവിനെ കൊണ്ട് അവൾക്ക് മേലാത്തതുകൊണ്ടൊന്ന് ആശുപത്രി കൊണ്ടുപോകണം. അവൾ ഇന്ന് 2 ദിവസമായിട്ട് ഫുഡൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അവളെ കൊണ്ട് നമുക്ക് ആശുപത്രി പോയിട്ട് വരാം. നമ്മുടെ മിന്നൂസിനെ കൂട്ടിയിട്ടേക്കാണ്. പുള്ളി ഒട്ടും ആക്റ്റീവല്ല, 2-3 ദിവസമായിട്ട് ഫുഡൊന്നും എടുക്കുന്നില്ല. അപ്പോൾ എപ്പോഴും കിടപ്പ് തന്നെയാണ്, പുറത്തഴിച്ചു വിട്ടാലും കിടപ്പ് തന്നെയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും കൂടുതലിട്ടേക്കുമായിരുന്നു. ഇനി നമുക്ക് ആശുപത്രി വരെ പോകണം. പാലായിലാണ് ആശുപത്രി പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രൈവറ്റുള്ള ആശുപത്രി നമ്മൾ കൊണ്ടുപോകുന്നത് കേട്ടോ. നമ്മൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് മിന്നൂസിനൊന്ന് രോമമൊക്കെ ഒന്ന് ചീകി കൊടുക്കുകയാണ്. കാരണം നന്നായിട്ട് പറക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ നാളായി ഗ്രൂം ചെയ്തിട്ട്. ഇപ്പം വയ്യാത്തതുകൊണ്ട് ഒട്ടും ഗ്രൂം ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളൊന്ന് അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകണം. ബൈക്കിനാണോ കൊണ്ടുപോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പെറ്റ് ഹോസ്പിറ്റലിലെത്തി. ഇവിടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ ഗവൺമെൻറ്റിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെയൊക്കെ കാണിക്കുമ്പോഴും നമ്മുടെ ഡോറയൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഒരു അസുഖം മാറിയിട്ടില്ല. അവർക്ക് എന്തെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെ നമ്മൾ പ്രൈവറ്റിൽ കാണിക്കാൻ തുടങ്ങിയ മുതലാണ് കൊടുക്കുന്ന പ്രൈസിന് എന്താണ് വെറുത്താണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ അസുഖം മാറി കിട്ടും. അപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ടും ഇവിടെ തന്നെയാണ് എല്ലാ പെറ്റ്സിനെയും കൊണ്ടുവരുന്നത്. അതിൻ്റെ ഡോറയാണെങ്കിലും മിന്നുവിനാണെങ്കിലും എപ്പോഴും ഇവിടെ തന്നെയാണ് കൊണ്ടുവരാറ്. അങ്ങനെ മിന്നുവിനെ ഡോക്ടർ ചെക്ക് ചെയ്യാണ്. അപ്പം നമ്മൾ മിന്നുവിന് കുറച്ച് നാൾ മുമ്പ് ഒരു മധുരക്കിഴങ്ങ് ഇച്ചിരി കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മുതലാണ് പുള്ളി കഴിക്കാത്ത. പക്ഷെ നമ്മളത് വിട്ടുപോയായിരുന്നു പറയാനായിട്ട്. അപ്പം ഡോക്ടർ പാറോയാണെന്ന് വിചാരിച്ച് പാറോയുടെ മരുന്നാണ് കൊടുക്കുന്നത്. അപ്പം പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഡൗൺ ആയി കിടക്കുകയാണ്. അപ്പോൾ ഒന്നും കഴിക്കുന്നുമില്ല. അപ്പം ഒരു 3 ഇഞ്ചക്ഷൻ അടുത്തെടുത്തു. അപ്പം ആ സമയത്താണ് പുള്ളി ഭയങ്കര അഗ്രസീവാണ്. അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നപ്പോഴൊന്നും ഇങ്ങനെയൊന്നും അഗ്രസീവ് ആയിട്ടില്ല. ഇപ്പം ഇച്ചിരി അഗ്രസീവായിരുന്നു. അങ്ങനെ അഗ്രസീവ് കാണിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചത് മെയിലാണോ ഫീമെയിലാണോ. അപ്പോൾ നമ്മൾ ഫീമെയിലാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വാങ്ങിച്ചപ്പോൾ ഫീമെയിലാണ്. പിന്നെ നമ്മളങ്ങനെ കൂടുതലും ചെക്കും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ നമുക്കത് കഴിഞ്ഞാൽ ഡോക്ടർ ചെക്ക് ചെയ്ത് കാണിച്ചത് നമ്മുടെ മിന്നു ഇനി മുതൽ മിന്നനാണ്, ഫീമെയിലല്ല മെയിലാണ്. അങ്ങനെ ഞങ്ങൾ മിന്നിനെ കൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് റോഷിൻ്റെ വീട്ടിലൊന്ന് കയറി ഈ കാര്യം ഒന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ. കാരണം നമ്മുടെ മിന്നു ഇനി മുതൽ മിന്നൻ എന്നറിയപ്പെടും എന്ന് പറയണമല്ലോ. അമ്മേ സർപ്രൈസ് പറയടാ. നീ പറഞ്ഞു. സത്യം ഞങ്ങൾ അറിഞ്ഞു. പേര് മാറ്റപ്പെടുത്തും. മിന്നൽ മിന്നൽ അങ്ങനെ നമ്മൾ മിന്നുവിനെ കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം പുള്ളി കുറേ നേരമായിട്ട് ഇതിനകത്ത് തന്നെ ഇരുന്നിട്ട് ഭയങ്കര ഒരു മടുപ്പായിരുന്നു. അപ്പം അത്യാവശ്യം ഒന്ന് ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ഒന്ന് കുറച്ച് ആക്റ്റീവ് ആയിട്ടുണ്ട്. മരുന്ന് ചെന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു കുറച്ചൊന്നൊരു ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോഴാണ് നമുക്കൊന്ന് ഇച്ചിരി സമാധാനം വന്നത്. പക്ഷെ എന്നാലും ഫുഡ് എടുക്കാറായിട്ടില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഇനി 2-3 ദിവസം അടുപ്പിച്ച് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് എന്താണെങ്കിലും അസുഖം മാറാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. നമ്മുടെ മിന്നുനെ നമ്മൾ കൂട്ടി കയറ്റി റെസ്റ്റ് എടുക്കാൻ വിട്ടിട്ടുണ്ട്. മഴയൊക്കെ പെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചെടികളെല്ലാം ഉണ്ടോ, നമ്മുടെ ചെടികളെല്ലാം ഒരു വെള്ളം വീണ ഒരു പരുവായിട്ടിരിക്കുകയാണ്. നമ്മുടെ മണിമുല്ല ഉണ്ട്, ഭയങ്കര കാട് പോലെ. ഇനിയിപ്പം മഴ പെയ്ത് ഇനിയിപ്പോൾ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ മിക്കവാറും ഇതെല്ലാം കൂടെ താഴെ വീഴും. അപ്പം ഞാനൊരു ചെറിയ കമ്പിയിലാണ് ഇത് നിർത്തിയേക്കുന്നത്. ഇനിയിപ്പോൾ നല്ലൊരു സ്റ്റാൻഡ് ചെയ്യിക്കണം. നമ്മുടെ ബൊഗൈൻവില്ലയെല്ലാം ഞാൻ വെട്ടിക്കൊടുത്ത് നിർത്തിയേക്കാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു 6-7 കളറുണ്ട്. വെരിഗേറ്റഡ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കയറിയായിരുന്നു കേട്ടോ. ഞാനെല്ലാം വെട്ടി നിർത്തിയേക്കാണ്. പിന്നെ നമുക്ക് പുതിയൊരു ഐറ്റം കാണിക്കാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തില്ല. ഇത് നട്ട വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് നടുന്നൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുവരെ ഇട്ടിട്ടില്ല ഈ വീഡിയോ. ഇത് നമ്മുടെ സഹസ്രദളമാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ്. അപ്പം 1000 ഇതൾ വരുന്നൊരു പുഷ്പമാണ്. ഒരെണ്ണം ഉണ്ടായിട്ട് ഇത് ഉണങ്ങിപ്പോയി. എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടോ ഇനി അടുത്തത് ഇതും ഇങ്ങനെ ഒരു വാടിയാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനി വിരിയോ അതോ ഉണങ്ങി പോകുമെന്നും അറിയത്തില്ല. ഇപ്പോൾ ആദ്യത്തെ മുട്ടായ കൊണ്ട് ഒരു വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ.
5000 രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നതെന്നാണ് അവൻ പറഞ്ഞത്. അവൻ എനിക്ക് ഫ്രീ ആയിട്ട് തന്നാ കേട്ടോ. അങ്ങനെ വേറെ ഒരെണ്ണം അവിടെ നട്ടിട്ടുണ്ട്, പക്ഷെ അത് അങ്ങോട്ട് പിടിച്ചില്ല. അത് ആ മണ്ണിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതൊന്ന് ഞാനൊരു മണൽ പോലത്തെ ഒരു ഇത്തിരി ചെളിയിലല്ല നട്ടേക്കുന്നത്, അതുകൊണ്ടാണ്. ഇത് ശരിക്കും ചെളിയിലാണ് നട്ടേക്കുന്നത്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നത്. ഇത് 2 ചോട് അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെടികളെല്ലാം മഴ ഇത് ഞാൻ വെട്ടി നിർത്തിയേക്കാണ് എല്ലാം. പിന്നെ നമ്മുടെ ബേറാപ്പിൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് 1-2 ഉണ്ടായിട്ട് നമ്മൾ തിന്നു. ഇനിയിപ്പോൾ അടുത്തൊരു ചെറിയ അടുത്ത പീസ് ഉണ്ടായിട്ടുണ്ട്. കുറേ മൊട്ടും പൂവും എല്ലാം ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, കായും പൂവൊക്കെ. പിന്നെ അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തുമ്പർജിയ കാട് പോലെ കയറിയിട്ടുണ്ട്. ഇതുവരെ ഒരു ഫ്ലവറൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പം ഒരു പന്തൽ പോലെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ചെയ്യണം എന്നാണ് ആഗ്രഹം. അത് ഇനി ആ മണിമുല്ല ചെയ്യുന്ന സമയത്ത് ഇതിനോട് ഇവിടെ ഒരു പന്തലിടണം എന്നാണ്. പിന്നെ അതേ ഇതുണ്ടല്ലേ, ഇതും നമ്മൾ നിറച്ച് പൂവുണ്ടായിട്ട് നിൽക്കുകയാണ്. ഇതുവരെ ഇതും അങ്ങനെ നോക്കിയിട്ടില്ല. ഇതും ഒരു പന്തല കയറ്റിയിട്ടാലും ഇച്ചിരി ഭംഗിയായിട്ട് കിടക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ ജക്രാന്ത കണ്ടോ, അതും ചട്ടിക്കകത്ത് വെച്ച് ഇത് നട്ടിട്ടില്ല. പിന്നെ നമ്മുടെ മരമുല്ല ഇവിടെ ഉണ്ട്, അത് ഞാൻ ചട്ടിക്കകത്ത് നട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ ഡിവി പ്ലാന്റ് അത്യാവശ്യം ഇതുണ്ട്. ഈ ഒരു ഹൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ഇവിടെ ഒരു ചെറിയ തണൽമരം പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. എന്നിട്ട് ഇവിടെ ഫുള്ള് പുല്ല് ഗ്രാസ് അടിക്കാൻ വേണ്ടിയായിരുന്നു. അതൊക്കെ പയ്യെ ചെയ്യാമെന്ന് വെച്ചാണ് ഞാൻ ഒന്ന് ആക്കിയിട്ടേക്കുന്നത്. ഇത് അത്യാവശ്യം ഇവിടുത്തെ ഗ്രാസ് നമ്മൾ നട്ടതെല്ലാം നന്നായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ടാണ് ഇങ്ങനെ മിറ്റൊക്കെ ഇങ്ങനെ നാശമായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ അത്യാവശ്യം എല്ലാ വിശേഷങ്ങളും കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ മെയിൻ വിശേഷമായ ഞാനൊരു പുതിയ ടീഷർട്ടിൻ്റെ ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ടീഷർട്ട് പ്രിൻറ്റിങ്ങും, അതായത് പ്രീമിയം ക്വാളിറ്റി ടീഷർട്ട് പ്രിൻറ്റിങ്ങും ഡിസൈൻ ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കും. നമ്മുടെ ഡോറ അവിടെ നോക്കിയിപ്പോണ്ട് എന്താ ചെയ്യുന്നത് നോക്കിയിട്ട്. കുറേ നാളായില്ലേ നമ്മുടെ ഡോറേനെയും എല്ലാവരെയും കാണിച്ചിട്ട്. പിന്നെ നമ്മുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ടീഷർട്ടിൻ്റെ ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് റീച്ചായിട്ടില്ല, ഇതുവരെ റീച്ചായി വരുന്നേ ഉള്ളൂ. അതായത് പ്രീമിയം ക്വാളിറ്റി ടീഷർട്ടാണ് ഞാൻ മെയിനായിട്ട് കൊടുക്കുന്നത്. അതായത് 260 GSM 250 GSM ആ റേഞ്ചിലുള്ള ടീഷർട്ടുകളാണ് ഞാൻ കൊണ്ടുവരുന്നതൊക്കെ. അതായത് പ്രീമിയം ക്വാളിറ്റി മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എന്താണെങ്കിലും ഉണ്ട്, ആ ഒരു റേറ്റും അതനുസരിച്ച് ഒരു റേറ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഒരു 1000 രൂപ 999 ആ റേഞ്ചിലാണ് ഞാൻ കസ്റ്റമൈസർ കൊടുക്കുന്നത്. 899 ആണ് ഞാൻ അല്ലാത്ത നമ്മുടെ ഡിസൈൻ കൊടുക്കുന്നത്. ആ ഒരു റേറ്റിലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം അതിൽ കൂടിയത് ശരിക്കും അതിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് അതിൽ കൂടിയ റേറ്റിൽ കൊടുക്കാം. പക്ഷേ നമുക്ക് ഞാൻ പ്രീമിയം ക്വാളിറ്റി ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റിലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ 240 GSM 1500 രൂപയ്ക്ക് കൊടുക്കുന്ന, 1300 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട്. പക്ഷേ നമ്മൾ 260 GSM ആണ് കൊടുക്കുന്നത്. അത്രയും ക്വാളിറ്റികളാണ് എൻ്റെ ഇത് വാങ്ങിച്ചാൽ എല്ലാവരും നല്ല റിവ്യൂ ആണ് പറയുന്നത്. പിന്നെ ആൾക്കാരിലോട്ട് എത്തിക്കണം എന്നുള്ളൊരു ഇതാണ് മെയിനായിട്ട്. ആൾക്കാർ കൂടുതലും കണ്ട് വാങ്ങിച്ച് അതിൻ്റെ മൗത്ത് പബ്ലിസിറ്റി വരണം. പിന്നെ സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ. ഞാൻ ഇതുവരെ അത്ര ആക്റ്റീവായിട്ടൊന്നും വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ മെഷീൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അല്ലേ, ഈ ഒരു ചെറിയ മുറിയിലാണ് നമ്മൾ ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മെഷീൻ കേട്ടോ ഇരിക്കുന്നത്. ഇത് അത്യാവശ്യം ഇച്ചിരി വലിയൊരു മെഷീനാണ് ഞാൻ എടുത്തേക്കുന്നത്. സാധാരണ എല്ലാവരും സ്റ്റാർട്ടപ്പ് പാക്കേജ് എടുക്കുന്ന ചെറിയൊരു മെഷീനാണ്, ഞാൻ ഇച്ചിരി വലിയ മെഷീൻസാണ് എടുത്തേക്കുന്നത്. ഇതാണ് നമ്മളെ ടീഷർട്ട് ഹീറ്റ് ചെയ്യുന്ന ഹീറ്റ് പ്രസ് മെഷീൻ. ഇത് നമ്മുടെ പ്രിൻ്ററാണ്. ഇത് സപ്ലിമേഷൻ പ്രിൻ്ററാണ്. പക്ഷെ ഞാൻ ശരിക്കും പ്രിൻറ്റ് ചെയ്യുന്ന DTF പ്രിൻറ്റിങ് കേട്ടോ. അത് ഞാൻ പുറത്തുനിന്നാണ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഇത് ചെറിയ നെക്ക് ലേബലൊക്കെ ചെയ്യുന്നൊരു മെഷീനാണ്. പിന്നെ നമ്മുടെ പേപ്പർ, അതിൻ്റെ സ്കെയില്, പിന്നെ നമ്മുടെ ടാഗ്, പ്രൈസ് ടാഗ്, പിന്നെ ഇതെല്ലാം നമ്മൾ DTF പ്രിൻ്റ് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഡിസൈൻ ഇതാണ് കേട്ടോ. അതായത് നമ്മുടെ കോട്ടയം ഒരു തീമാണ്. അതായത് ഇത് നമ്മുടെ പാലാ കുരിശുപള്ളി, കുമരകം ബോട്ട്, തിരുനക്കര പൂരം, അമ്പലം, ആ ഒരു, പിന്നെ ഞങ്ങളുടെ ബ്രാൻഡ് നെയിം സ്റ്റൈലിഷ് ഫോക്സ് എന്നാണ് എൻ്റെ ബ്രാൻഡ് നെയിം. അങ്ങനെ ഒരു തീമാണ് ടീഷർട്ടിൻ്റെ ബാക്കിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ എൻ്റെ കോട്ടയം എന്നുള്ളൊരു നെയിമാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് എൻ്റെ ലോഗോ, സ്റ്റൈലിഷ് ഫോക്സ് എന്നുള്ള ലോഗോ. പിന്നെ ഒരുപാട് ഡിസൈൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തെയ്യം, അങ്ങനെ അത്യാവശ്യം എനിക്ക് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി എൻ്റെ ഡിസൈനിൽ ഞാൻ ഒരുപാട് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുറിയിലിരുന്നാണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഫ്രണ്ട് സച്ചിനുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരൂടെ ഇവിടെ നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം വലിയ ഇടയൊന്നുമില്ല. പരിമിതിയിൽ നിന്ന് ചെറിയ പൈസ കൊണ്ട് എത്രത്തോളം വളരാൻ പറ്റുമെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പം നമ്മുടേതായ ഒരു സ്വന്തം ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു ഇതിലാണ് ഞാനിപ്പോൾ ഇത് തുടങ്ങിയത്. അതായത് പ്രീമിയം ക്വാളിറ്റിയിൽ തുണി കൊടുക്കുക,
അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. എൻ്റെ സ്വന്തം ബ്രാൻഡിൽ എത്രത്തോളം എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങിയതാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. പിന്നെ ഇത് നമ്മുടെ കവറാണ് കേട്ടോ. അതായത് നമ്മുടെ 2 കവർ വരുന്നുണ്ട്. നമ്മുടെ സിപ്പ് കവറാണിത്. സിബ് പോലെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന കവറാണ് അതും. പിന്നെ നമ്മുടെ കൊറിയർ കവർ. ഈ 2 അത്യാവശ്യം എല്ലാം പാക്കിംഗ് ആണെങ്കിലും നല്ല രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ നാൾ കൂടിയാണ് വീഡിയോ ഇട്ടത്. അത് നമ്മുടെ ഒരു മോണിറ്റൈസേഷനൊക്കെ ആകാറായപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്ത് നിർത്തിയത്. കാരണം നമ്മൾ ഈ ടീഷർട്ടിൻ്റെ ഒരു പരിപാടിയിൽ കുറേ നടന്നുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പോൾ ഇനി കൂടുതലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. സമയമില്ലാത്തതുകൊണ്ടാണ് മെയിൻ പ്രശ്നം. പിന്നെ ചാച്ചന് പുറത്ത് TV കാണുന്നു, അവൾ കുളിക്കാൻ പോയി, റോഷു അമ്മ പനിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.